നമസ്കാരം, ഞാൻ ഡോക്ടർ സാജി. വീണ്ടും ഒരിക്കൽ കൂടി ഡോക്ടർ സാജി ടോക്സിലേക്ക് സ്വാഗതം. സമൂഹത്തിൽ ഇന്ന് വളരെ വ്യാപകമായി കണ്ടുവരുന്ന ഒരു പ്രശ്നം, എന്നാൽ പൂർണ്ണമായും അവഗണിക്കപ്പെടുന്നതായ ഒരു വിഷയം. അത്തരം ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നത്. സ്വന്തം മകനോ മകളോ അല്ലെങ്കിൽ താൻ തന്നെ അല്ലെങ്കിൽ തൻ്റെ വേണ്ടപ്പെട്ട ആരോ ആയിക്കോട്ടെ, ഒരു 10 നിമിഷം അല്ലെങ്കിൽ 10 മിനിറ്റ് ഒരുപക്ഷെ വെയിലത്ത് നിന്ന് പോയാൽ ഉടനെ കറുത്ത് കരുവാളിക്കും, അല്ലെങ്കിൽ സ്കിൻ ടാൻ വരും, അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങൾ പറഞ്ഞ്, അല്ലെങ്കിൽ കുട്ടികളാണെങ്കിൽ അവന് പനി വരും, ചുമ വരും, പ്രയാസങ്ങൾ ഒരുപാട് വരുമെന്ന് പറഞ്ഞ് അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന ചിലമ്മമാർ, സഹോദരങ്ങൾ, അങ്ങനെയുള്ള ഒരു സമൂഹമാണ് നമ്മളിന്ന് കണ്ടുവരുന്നത്. അപ്പോൾ നമുക്കറിയാം അത് എത്രമാത്രം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നു എന്നുള്ളത്. എന്തിനേറെ ഇന്ന് പൊതുവെ നമ്മൾ റോഡിലും നിരത്തുകളിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല വെയിലുള്ള സമയത്താണെങ്കിലും അല്ലെങ്കിൽ പോലും പെൺകുട്ടികൾ, ഏറെക്കുറേ പെൺകുട്ടികളിലാണ് അങ്ങനെ കാണാറുള്ളത്. കൂടുതലായിട്ടും ഹെൽമെറ്റ് വയ്ക്കുക, അതിന് പുറമേ മുഖത്ത് വീണ്ടും ഒരു സ്കാർഫ് എന്തെങ്കിലും വലിച്ച് കെട്ടുക, കൈകളിൽ പോലും ഏതൊരു തരത്തിലും വെയിൽ പറ്റാൻ പാടില്ല എന്നുള്ള തരത്തിൽ സോക്സോ മറ്റ് കൈയുറകളോ ഒക്കെ ധരിച്ച് ബോഡി ഫുള്ളായിട്ട് കവർ ചെയ്ത് നടക്കുന്നതായ ഒരുപാട് സ്ത്രീകളുണ്ട്. അവരുടെ മുന്നിലുള്ള പ്രശ്നം അവരുടെ സൗന്ദര്യ സങ്കല്പമാണ് ചുരുക്കത്തിൽ വെയിൽ കൊള്ളുന്നതിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കുന്നത്. പക്ഷെ യഥാർത്ഥ വസ്തുത എന്താണ്? തീർച്ചയായും സൂര്യപ്രകാശത്തിൽ നിന്ന് അൾട്രാവയലറ്റ് റേസ്, UV റേസിനും ഒക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് ഒരു പക്ഷേ സ്കിൻ ടാൻ പോലുള്ള പ്രശ്നങ്ങൾ വരുന്നു എന്നുള്ളതിനും തർക്കമൊന്നുമില്ല. അതിന് അത്യാവശ്യം സൺസ്ക്രീൻ ലോഷൻ എന്തെങ്കിലും ഉപയോഗിച്ച് മുഖത്ത് മാത്രം ഉപയോഗിക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം വന്ന് ഒരു പക്ഷേ നമ്മുടെ ഏതെങ്കിലും തൈര് പോലെ അല്ലെങ്കിൽ തക്കാളി നീര് പോലെ, തക്കാളിയിലുള്ള ലൈക്കോപ്പീൻ എന്ന് പറയുന്ന ഒരു സംഭവം, ഇതിന് ഒരു സൺ പ്രൊട്ടക്റ്റിങ് ഇതുണ്ട്, പിന്നെ അല്ലെങ്കിൽ അലോവേറ ജെൽ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് കഴുകിക്കളഞ്ഞാലും അത്യാവശ്യം നമുക്കത് പരിഹരിക്കാമെന്നിരിക്കെ വെയിലിനെ ഒരു ശത്രുവായി കാണുന്ന ഒരു സമീപനമാണ് ഇന്ന് നമ്മളെ ചുറ്റുപാടും കണ്ടുവരുന്നത്. ആ ഒരു വിഷയത്തിനെക്കുറിച്ച് ഇന്നും നിങ്ങളോട് കുറച്ച് കാര്യം സംസാരിക്കാമെന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ സൺസ്ക്രീൻ ലോഷൻ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ എന്നുള്ളത് ഒരു 30 എബോവ് ആയിരിക്കണം എന്നുള്ളതാണ്. അതും തിരഞ്ഞെടുക്കുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം എന്നുള്ള ഒരു കാര്യമുണ്ട്. അല്ലെങ്കിൽ അതുകൊണ്ടും പ്രയോജനമില്ല. പക്ഷേ ആ വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് മറ്റൊരു അവസരത്തിൽ സംസാരിക്കാം. അപ്പോൾ എന്താണ് സൂര്യപ്രകാശം കൊള്ളുന്നത് കൊണ്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ നേട്ടത്തിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന പ്രശ്നങ്ങൾ വളരെ തുച്ഛമാണ് അല്ലെങ്കിൽ വളരെ കുറവാണ് എന്നുള്ളത് തന്നെയാണ് പറയാൻ പറ്റും. നമുക്കറിയാം, നമുക്ക് ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻ ഡി പുറമേയുള്ള സോഴ്സുകളിൽ നിന്ന്, ആഹാര പദാർത്ഥങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതായത് പാല്, മുട്ട, കരൾ, മഷ്റൂംസ് തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. എങ്കിലും പ്രധാനമായും നമ്മൾ വൈറ്റമിൻ ഡി കിട്ടുവാനായി നമ്മൾ ആശ്രയിക്കുന്നത് സൂര്യപ്രകാശത്തിലാണ്. എപ്പോഴാണോ സൂര്യപ്രകാശം നമ്മളെ ത്വക്കിൽ സ്പർശിക്കുന്നു അല്ലെങ്കിൽ ത്വക്കുമായി ഒരു ബന്ധം വന്നു കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് കാൽഷ്യം, വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈറ്റമിൻ ഡി അത് കരളിൽ സ്റ്റോർ ചെയ്ത് അത് ഒരു പ്രത്യേക രാസപ്രക്രിയകളൊക്കെ കഴിഞ്ഞിട്ട് 25 ഹൈഡ്രോക്സി വൈറ്റമിൻ ഡി എന്നുള്ള ഒരു പ്രക്രിയയിലോട്ട് മാറ്റി അത് ഏകദേശം ശരീരത്തിന് ആവശ്യമായ രീതിക്ക് ഉപയോഗിക്കാനായി വിട്ടുകൊടുക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇന്ന് നമ്മുടെ ഇടയിൽ ഡോക്ടർമാരെ തേടിയെത്തുന്ന മുതിർന്നവരിലാണെങ്കിലും ഒരു മധ്യവയസ്സിന് മുമ്പുള്ള സ്ത്രീകളിലാണെങ്കിലും പലപ്പോഴും വന്ന് വല്ലാത്ത ശരീരവേദന അല്ലെങ്കിൽ കോച്ചിപ്പിടുത്തം, കൈമരവിപ്പ്, കാലുമരവിപ്പ്, കൈവേദന, മൂഡ് ഡിസോർഡേഴ്സ് അതൊക്കെ പല സ്ത്രീകളും വരുമ്പോൾ അവർക്കെല്ലാം രണ്ടാമതൊന്നും ആലോചിക്കാതെ തന്നെ നമുക്ക് നോക്കുമ്പോൾ അറിയാം അത് ഏതെങ്കിലും തരത്തിൽ നമ്മളൊരു വൈറ്റമിൻ ഡി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ വൈറ്റമിൻ ഡി കുറവായിരിക്കും. അത് സർവ്വസാധാരണമായി ഇന്നിപ്പോൾ എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു വിഷയമാണ്. എന്നിരുന്നാൽ പോലും വൈറ്റമിൻ ഡി ഏതെങ്കിലും തരത്തിൽ സപ്ലിമെൻ്റ് ഉള്ളിൽ കൊടുക്കുവാനാണ് നമ്മൾക്ക് എല്ലാവർക്കും താല്പര്യം. അത് ഒരു നിശ്ചിത അളവിൽ അത് കൊടുക്കുക എന്നുള്ളതാണ്. ഇതിനു പുറമെ സമൂഹത്തിൽ ഒരു വിഭാഗം ആൾക്കാരെങ്കിലും വൈറ്റമിൻ ടാബ്ലറ്റുകൾ യാതൊരുവിധ ഒരു ഡോക്ടറുടെ കുറിപ്പടിയോ പ്രിസ്ക്രിപ്ഷനോ ഒരു ഇതുമില്ലാതെ തന്നെ
ചുമ്മാ മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ ഒരുപാട് വൈറ്റമിൻ ധാരാളമായി കഴിക്കുന്ന ഒരു പ്രവണതയും കാണുന്നുണ്ട്. ഇത് വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഹൈപ്പർ വൈറ്റമിനോസിസ് എന്നൊരു കണ്ടീഷൻ തന്നെയുണ്ട്. പല വൈറ്റമിൻ്റെയും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഠനം ബി ഉൾപ്പെടെയുള്ള പല വൈറ്റമിനും ഒക്കെ അമിതമായി കഴിച്ചാൽ അത് ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്നു. പ്രത്യേകിച്ച് വൈറ്റമിൻ ഡി പോലുള്ള ഇത് കൂടുതലായിട്ട് യൂറിൻ വഴിയോ അല്ലെങ്കിൽ മൂത്രം വഴി എക്സ്ക്രീറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യത വളരെ കുറവാണെന്നിരിക്കെ ഇത് മാനദണ്ഡവുമില്ലാതെ അമിതമായ വൈറ്റമിൻ ടാബ്ലറ്റ് കഴിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് വളരെ വൈറ്റമിൻ ഡിയുടെ കലവറയായ സൂര്യപ്രകാശം യഥേഷ്ടമുള്ള സമയത്ത് നമ്മൾ എന്തിനാണ് മറ്റു മാർഗ്ഗങ്ങൾ തേടിപ്പോകുന്നത്? നമുക്കറിയാം, കാൽഷ്യത്തിൻ്റെ അബ്സോർഷന് വൈറ്റമിൻ ഡി ഒരു പ്രധാന ഘടകമാണ്. കാൽഷ്യം എന്ന് പറയുന്നത് നമ്മുടെ പല്ലുകളുടെയും എല്ലുകളുടെയും തലമുടിക്കും എല്ലാത്തിനും ബലം കൊടുക്കുകയും ആരോഗ്യം കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഘടകമാണ് കാൽഷ്യം അബ്സോർഷൻ. ചുരുക്കത്തിൽ കുട്ടികളുടെ വളർച്ചയുടെ പ്രാരംഭഘട്ടത്തിൽ തന്നെ അല്ലെങ്കിൽ ഓരോ ഘട്ടത്തിലും വളരെ അത്യാവശ്യം വേണ്ടതായ രീതി കാൽഷ്യം അബ്സോർഷനാണ്, കാൽഷ്യമാണ്. അപ്പോൾ ആ ഒരു കാൽഷ്യം അബ്സോർഷന് വളരെയധികം സഹായിക്കുന്നത് വൈറ്റമിൻ ഡി ആണെന്നിരിക്കെ ഇന്ന് യഥേഷ്ടം കാൽഷ്യം അബ്സോർഷൻ കിട്ടാതെ വരുന്നു. ആ കാൽഷ്യം ഇല്ലാതെ വരുമ്പോൾ തന്നെ കൂടുതലായി തന്നെ കുട്ടികളുടെ ഒരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടാക്കുന്നു. മറ്റു പല തരത്തിലും മുതിർന്ന സ്ത്രീകളും ഒരു മാസമുറ നിൽക്കാറ് മെനോപാസൽ സ്ത്രീകൾക്ക് നമ്മുടെ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയും. അപ്പോൾ കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടും അവരിലുണ്ടാകുന്ന ചില ഹോർമോണൽ വ്യതിയാനങ്ങൾ, ഈസ്ട്രജൻ്റെ അളവും ചില ഹോർമോണുകളുടെ കുറവ് വരുന്നതുകൊണ്ട് അവർ ഓസ്റ്റിയോപോറോസിസ് എന്നുള്ള അവസ്ഥ, എല്ലുകളിൽ സുഷിരം വീഴുക, എല്ലുകളിൽ ദ്വാരം വീഴുക അല്ലെങ്കിൽ എല്ലുകളുടെ ബലം കുറയുകയോ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് വളരെ സർവ്വസാധാരണമായി അറിയാം. ഇനി ആരോഗ്യ സങ്കല്പത്തിൽ തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ആരോഗ്യത്തിന് പ്രധാനമായി നമുക്കറിയാം, സ്ത്രീകളും കുട്ടികളും ഒക്കെ സാധാരണ നഖമൊക്കെ വളർത്തി വെച്ച് അതിനകത്ത് നെയിൽ പോളിഷൊക്കെ നല്ല രീതിക്ക് തേച്ച് പിടിച്ച് വളരെ ഇതായിട്ട് സൗന്ദര്യ സങ്കല്പം ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ നടക്കുന്നത് നമുക്ക് കാണാം. പക്ഷെ ആരോഗ്യമുള്ള നാങ്ങൾ വേണമെങ്കിൽ തന്നെ ബ്രിട്ടിൽ നെയിൽസ്, നഖം പൊട്ടിപ്പോവാതിരിക്കണമെങ്കിലും നഖം വളരണമെങ്കിലും ഒക്കെ ഈ പറയുന്ന കാൽഷ്യത്തിൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ പുറമേ കാണിക്കുന്ന തരത്തിലുള്ള കൈവിരലുകളുടെ നഖങ്ങളുടെ നല്ല വളർച്ചയ്ക്കും കാൽഷ്യം ആവശ്യമാണെന്നിരിക്കുക. പോട്ടെ, ഇതൊക്കെ വളരെ സർവ്വസാധാരണമായി നമുക്ക് പറയാം എന്നുള്ള വിഷയമാണെങ്കിലും കാൽഷ്യത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനിരിക്കുന്നു. ഇപ്പോൾ വളരെ ഞാൻ നേരത്തെ പറഞ്ഞു കാൽഷ്യത്തിൻ്റെ അബ്സോർഷന് സഹായിക്കുമെന്നുള്ളതിനുപരിയായി ഈ പറയുന്ന കാൽഷ്യം ഡിഫിഷ്യൻസി ചില പഠനങ്ങൾ പറയുന്നത് തൈറോയ്ഡ് രോഗവും കാൽഷ്യം ഡിഫിഷ്യൻസിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. നമ്മൾ ഈ പറയുന്ന ഓട്ടോഇമ്മ്യൂൺ ഡിസോർഡേഴ്സായ ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് അല്ലെങ്കിൽ ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയുന്ന തൈറോയ്ഡ് രോഗങ്ങളിൽ ആൻറ്റി TPO അല്ലെങ്കിൽ ആൻറ്റി TG, ആൻറ്റി തൈറോഗ്ലോബിനോ ആൻറ്റി പെറോഡോക്സിഡ് എന്ന് പറയുന്ന അതിൻ്റെ അളവിനെ വ്യത്യാസപ്പെടുത്തുന്ന തരത്തിൽ അതിൻ്റെ എന്ത് പറയാൻ ഈ വൈറ്റമിൻ ഡിയുടെ കുറവ് അതിൻ്റെ കൗണ്ട് കൂട്ടുവാനായി ഒരു കാരണമാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പഠനങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഹൈപ്പർതൈറോയിഡിസത്തിൽ TSHൻ്റെ അളവ് കൂട്ടാൻ വരെ കാൽഷ്യം അല്ലെങ്കിൽ വൈറ്റമിൻ ഡിയുടെ അഭാവം ഒരു കാരണമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ തൈറോയിഡ് രോഗങ്ങളും കാൽഷ്യവും അല്ലെങ്കിൽ വൈറ്റമിൻ ഡിയും തമ്മിലുള്ള ബന്ധം വളരെ അഭേദ്യമായ ബന്ധമാണ്. അപ്പോൾ തൈറോയ്ഡ് രോഗങ്ങൾ നിയന്ത്രണ വിധേയമല്ലാത്ത പല തൈറോയ്ഡ് രോഗങ്ങളും ഒരു പരിധിവരെ നിയന്ത്രണ വിധേയമാക്കണമെങ്കിൽ അതിന് വൈറ്റമിൻ ഡിയുടെ റോൾ എത്രയാണെന്നുള്ളത് ഇപ്പോൾ ശാസ്ത്രം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സ്റ്റഡീസ് അത് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ തൈറോയ്ഡ് രോഗമെന്ന് മാത്രമല്ല, ചില പഠനങ്ങൾ പറയുന്നത് ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ള നമ്മൾ പല ചർച്ചകളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ടൈപ്പ് 1 ടൈപ്പ് 2 ഡയബറ്റീസ്. അപ്പോൾ ആ ടൈപ്പ് 2 ഡയബറ്റീസിനകത്തുള്ള ഹൃദ്രോഗ സാധ്യത പൊതുവെ ഡയബറ്റീസ് പേഷ്യൻസിൽ പൊതുവെ വരാവുന്ന പല കോംപ്ലിക്കേഷൻസ് എളുപ്പം വരാമെന്നുള്ള ഒരു കണ്ടീഷനോടൊപ്പം വരാമെന്നുള്ളതാണ് ആരോഗ്യപരമായ ഒരു പ്രശ്നമാണ് ഹൃദയ സംബന്ധമായ തകരാറുകൾ. അത്തരം ഹൃദയ സംബന്ധമായ തകരാറുകൾ കുറയ്ക്കുവാനും പരിഹരിക്കുവാനും ഹൃദയാരോഗ്യം വീണ്ടെടുക്കുവാനും വൈറ്റമിൻ ഡി സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ തൈറോയ്ഡ് രോഗം മാത്രമല്ല, ടൈപ്പ് 2 പ്രമേഹ രോഗികൾക്ക് ഹൃദ്രോഗത്തിൻ്റെ സാധ്യത അല്ലെങ്കിൽ ഹൃദയാരോഗ്യം വീണ്ടെടുക്കാനും അത് കൂട്ടുവാനും നമ്മുടെ വൈറ്റമിൻ ഡിക്ക് സഹായം ചെയ്യുന്നു എന്നാണ്.
മറ്റു ചില പഠനങ്ങൾ നമ്മുടെ പെൺകുട്ടികളിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്ന PCODയും കാൽഷ്യവുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് ചില പഠനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ചുരുക്കത്തിൽ സമസ്ത മേഖലയിലും ശരീരത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഗട്ടിൻ്റെ ആരോഗ്യത്തിന്, നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തിന് മറ്റൊരു വീഡിയോയിൽ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ കുടലിൻ്റെ അകത്ത് നമ്മുടെ ദശലക്ഷക്കണക്കിന് ബാക്ടീരിയകളുണ്ടെന്നാണ്. ഇത്തരം ബാക്ടീരിയകൾ അത് യഥാർത്ഥത്തിൽ നമുക്ക് നല്ല ബാക്ടീരിയകൾ തീർച്ചയായും നമ്മുടെ ആരോഗ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ എസെൻഷ്യലായിട്ടുള്ള ഈ മിനറൽസ് ആൻഡ് ന്യൂട്രിയൻസ് ഇതൊക്കെ അബ്സോർവ് ചെയ്യാൻ കുടൽ ആഗിരണം ചെയ്തെടുക്കുവാനായിട്ട് ഈ ബാക്ടീരിയകൾ സഹായിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഈ കുടലിൻ്റെ ആരോഗ്യം അല്ലെങ്കിൽ ഗട്ടിൻ്റെ ആരോഗ്യവും മെച്ചപ്പെടുത്തി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഒന്നുകൂടെ മോഡുലേറ്റ് ചെയ്തെടുക്കാൻ, ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഒന്നുകൂടി ശക്തിപ്പെടുത്താനായിട്ട് ഈ പറയുന്ന കാൽഷ്യം ഡിക്ക് നമുക്ക് വളരെ അത്യാവശ്യമാണെന്നെനിക്ക്. എന്തിന് ഏറ്റവും അവസാനമുള്ള ചില പഠനങ്ങൾ പറയുന്നത് ക്യാൻസർ രോഗികൾ, പ്രത്യേകിച്ച് പ്രോസ്റ്റേറ്റ് ക്യാൻസർ അല്ലെങ്കിൽ ലങ് ക്യാൻസർ രോഗികളുടെ മോർട്ടാലിറ്റി റേറ്റ്, മരണനിരക്ക് ത്വരിതപ്പെടുത്തത്തക്ക കുറയ്ക്കുവാനും അല്ലെങ്കിൽ ആയുസ്സിൻ്റെ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നതിൻ്റെ അളവ് ഒരുപാട് കൂട്ടിയെടുക്കാനും, കാരണം അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം മെച്ചപ്പെടുത്തി അവരുടെ ആരോഗ്യ നിലവാരം കൂടുതൽ മെച്ചപ്പെടുത്തുവാനും നമ്മളെ കാൽഷ്യം ഡിക്ക് ഭയങ്കരമായ ഒരു സ്വാധീനമുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ വളരെ വ്യാപകമായി പലരും എന്ന് പറയുന്ന വ്യാപകമായ ശരീരവേദന, പ്രയാസം, മയാൾജിയ അല്ലെങ്കിൽ ഫൈബ്രോമയാൾജിയ അങ്ങനെയുള്ള വിഷയമാണെങ്കിലും, തൈറോയ്ഡ് പോലുള്ള രോഗങ്ങൾ എന്നുള്ള വിഷയമാണ് എങ്കിലും, PCOS അല്ലെങ്കിൽ PCOD പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം എന്ന് പറയുന്ന PCOS ആണെങ്കിലും, ടൈപ്പ് 2 ഡയബറ്റീസിൻ്റെ കേസിലാണെങ്കിലും, ഹൃദയാരോഗ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ വൈറ്റമിൻ ഡിയുടെ സ്വാധീനം നമുക്ക് കുറച്ചല്ല കാണേണ്ടത്. അപ്പോൾ ഇന്ന് ഇതൊക്കെ ഇത്രത്തോളം ഇല്ലെങ്കിൽ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്നുമില്ലെങ്കിൽ കാൽഷ്യം അബ്സോർപ്ഷനെ നമുക്ക് വൈറ്റമിൻ ഡിയുടെ കുറവ് ബാധിക്കുമെന്ന് അറിഞ്ഞിട്ട് നമ്മുടെ ഇന്ന് മെയിലിനെ ഒരു ശത്രുവായി കാണുന്നു എന്നുള്ളതാണ്. പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് പോലും സൂര്യൻ എന്ന് പറയുന്ന ഒരു ഘടകം ആവശ്യമാണെന്നിരിക്കെ, സൂര്യൻ ഊർജത്തിൻ്റെ ഒരു സ്രോതസ്സാണെന്നിരിക്കെ, എല്ലാ ഊർജത്തിൻ്റെയും ഒരു കലവറ സൂര്യനാണെന്നിരിക്കെ, ആ സൂര്യനിൽ നിന്ന് വരുന്നതായ അൾട്രാ വയലറ്റ് റേസ് തീർച്ചയായും നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന വൈറ്റമിൻ ഡി അല്ലെങ്കിൽ ബാക്കിയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്റ്റേണലായിട്ട് ഒരു സപ്ലിമെൻറ്റ് കൊടുക്കുന്നതിന് പകരം ₹1 പോലും മുടക്കില്ലാതെ, ഒരു പ്രയാസവുമില്ലാതെ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ നിന്നും കിട്ടുമെന്നുണ്ടെങ്കിൽ ഇത്രയധികം രോഗങ്ങൾ നമുക്കിതുകൊണ്ട് തടയാൻ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യനില മെച്ചപ്പെടുത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ, ചില പഠനങ്ങൾ നമ്മൾ മൂഡ് സ്വിങ്സ് വരെ ഒഴിവാക്കാനായിട്ട് ഈ വൈറ്റമിൻ ഡി നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. പല്ലുകളുടെയും എല്ലുകളുടെയും ആരോഗ്യത്തിന്, ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന്, തൈറോയിഡിൻ്റെ ആരോഗ്യത്തിന്, PCODയുടെ ആരോഗ്യത്തിന്, കുടലിൻ്റെ ആരോഗ്യത്തിന്, ഇതെല്ലാ ആരോഗ്യത്തിനുമായി ബന്ധപ്പെട്ട് നമ്മൾ കാൽഷ്യം അല്ലെങ്കിൽ ഈ പറയുന്ന വൈറ്റമിൻ ഡി ഒരു ഘടകമാണെന്നിരിക്കെ, ഇനിയും നമ്മൾ സൂര്യൻ പ്രകാശത്തിന് ശത്രുവായി കാണുന്ന ഒരു സമീപനം നിർത്തുക എന്നുള്ളതാണ് അത്യാവശ്യം. നമുക്ക് സൺസ്ക്രീൻ, ലോഷൻ മുഖത്ത് തേച്ചു എന്ന് പറഞ്ഞ് പ്രശ്നമൊന്നുമില്ല. അത്തരം കാര്യങ്ങൾ മാത്രം ഒന്ന് നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് ബാക്കി ആവശ്യത്തുള്ള തരത്തിലുള്ള വെയിൽ കൊള്ളുവാൻ വേണ്ടി മുഖം ഒഴിവാക്കിക്കൊണ്ട് കൊള്ളാമല്ലോ, വെയിൽ കൊള്ളുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണമെന്ന് ഉള്ള ഒരു കാര്യം നിങ്ങളെ ഒന്ന് പറയുവാൻ വേണ്ടിയാണ് ഞാൻ തയ്യാറാകുന്നത്. കാരണം അടുത്ത പ്രാവശ്യം നിങ്ങളുടെ കുട്ടികൾ ഒരുപക്ഷെ വെയിലത്ത് കളിക്കുമ്പോൾ അല്ലെങ്കിൽ വെയിലേൽക്കുമ്പോൾ, ഓടിത്തളരുമ്പോൾ, വിയർത്ത് വരുമ്പോൾ അയ്യോ മോനെ പനി പിടിക്കും അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളുണ്ടാവുമെന്ന് പറയുന്നതിന് പകരം ഇതെൻ്റെ കുട്ടിയുടെ വളർച്ചയ്ക്ക് പ്രകൃതിദത്തമായി കിട്ടിയിരിക്കുന്ന ഒരു വലിയ അനുഗ്രഹമാണെന്നും അതവൻ്റെ പല്ലിൻ്റെയും എല്ലിൻ്റെയും ഒക്കെ അവൻ്റെ എല്ലാ തരത്തിലുള്ള ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും ഇത് ഒരു കാരണമാകുമെന്ന് മനസ്സിലാക്കി കുട്ടികളെ അത്തരം വെയിൽ കൊള്ളുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാനോ അല്ലെങ്കിൽ അത് തടയാതിരിക്കുകയും അവരെ അത്തരം പുറത്ത് പോകുന്നത് പിന്തിരിപ്പിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നമ്മളെ ഇന്നത്തെ രക്ഷാകർത്താക്കളോട് എനിക്ക് പറയാനുള്ള ഒരു വിഷയം. അപ്പോൾ ഇത് മാത്രമാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയുടെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡിയുടെ ആവശ്യകതയെക്കുറിച്ച് നിങ്ങൾക്കൊരു തിരിച്ചറിവുണ്ടാകണം. അത് തീർച്ചയായും നിങ്ങളത് ഉൾക്കൊള്ളും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് ഉൾക്കൊള്ളണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത് അത്രത്തോളം വിലയേറിയതാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് മറ്റൊരവസരത്തിൽ നമുക്ക് വീണ്ടും കാണാം. മറ്റൊരു വിഷയവുമായി ഞാൻ വീണ്ടും വരും. താങ്ക് യു.